ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയും പരമാധികാരത്തെയും തകർക്കാൻ മുൻ UPA ഭരണകൂടത്തിന്റെ കാലത്ത് അധികാരത്തിന്റെ ഇടനാഴികളിൽ നടന്ന കടുത്ത അട്ടിമറികളുടെയും ഗൂഢാലോചനകളുടെയും ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. രാജ്യത്തെ സ്നേഹിക്കുന്ന സത്യത്തിനു വേണ്ടി മാത്രം നിലകൊള്ളുകയും അതിന്റെ പേരിൽ സ്വന്തം ജീവിതവും കുടുംബവും ഹോമിക്കേണ്ടി വരികയും ചെയ്ത ആഭ്യന്തര മന്ത്രാലയത്തിലെ മുൻ സുരക്ഷാ അണ്ടർ സെക്രട്ടറി RVS മണിയുടെ വെളിപ്പെടുത്തലുകൾ നമ്മുടെ ചിന്തകളെ തന്നെ മാറ്റിമറിക്കുന്നതാണ്. 2026 ജൂണിൽ രാജ്യം പത്മപുരസ്കാരം നൽകി ആദരിച്ച ഈ ഉദ്യോഗസ്ഥന്റെ വാക്കുകൾ കേവലം വെളിപ്പെടുത്തലുകളല്ല, മറിച്ച് ഭാരതത്തെ തകർക്കാൻ ശ്രമിച്ച ഒരു വലിയ മാഫിയ രാഷ്ട്രീയ ഭീകരവാദ ശൃംഖലയുടെ കപടമുഖം അനാവരണം ചെയ്യലാണ്. ഔദ്യോഗിക വസ്തുതകളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ അദ്ദേഹം അനുഭവിച്ച വ്യക്തിപരമായ മാനസിക ആഘാതങ്ങൾ സങ്കല്പിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. 2013 ഡിസംബർ മുതൽ 2014 ജനുവരി വരെ നീണ്ടുനിന്ന കടുത്ത പ്രതികാര ചോദ്യം ചെയ്യലുകൾക്കിടയിൽ അദ്ദേഹത്തിന്റെ 88-കാരിയായ അമ്മയുടെ ആരോഗ്യം അതിവേഗം ക്ഷയിക്കുകയും അവർ മരണപ്പെടുകയും ചെയ്തു. ജോയിന്റ് ഇന്റലിജൻസ് കമ്മിറ്റിയിൽ പ്രഗത്ഭനായ K. സുബ്രഹ്മണ്യത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്ന, വേദങ്ങളിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പിതാവ് ഈ വിയോഗത്തിന്റെ ആഘാതത്തിൽ മാസങ്ങളോളം ചലനമറ്റ അവസ്ഥയിലാവുകയും ഒടുവിൽ 2015 അന്തരിക്കുകയും ചെയ്തു. ഒരു ഉദ്യോഗസ്ഥന്റെ ദേശസ്നേഹത്തിനും സത്യസന്ധതയ്ക്കും ഒരു കുടുംബം നൽകേണ്ടി വന്ന വിലയായിരുന്നു അത്. തനിക്കെതിരെ മാത്രമല്ല, രാഷ്ട്രീയ ഭരണകൂടം തങ്ങളുടെ അജണ്ടകൾ നടപ്പാക്കാൻ ലക്ഷ്യമിട്ട മറ്റു പലരുടെയും ജീവിതങ്ങളെ ഈ പ്രതികാര നടപടികൾ ക്രൂരമായി തകർത്തു കളഞ്ഞുവെന്നും RVS മണി ആരോപിക്കുന്നുണ്ട്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് മാലേഗാവ് സ്ഫോടന കേസാണ്. സേവനത്തിലുള്ള ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ 26 ഡെസ്കുകളുടെ കടുത്ത ഔദ്യോഗിക അനുമതി നടപടിക്രമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് 34-കാരനായ മിലിറ്ററി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥൻ ലഫ്റ്റനന്റ് കേണൽ ശ്രീകാന്ത് പുരോഹിതിനെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ രഹസ്യമായി തടങ്കലിലാക്കിയതെന്ന് മണി ആരോപിക്കുന്നു. തീരദേശ കർണാടകയിലെ തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകളെ കൃത്യമായി നിരീക്ഷിക്കുകയും ഭീകരവിരുദ്ധ സ്ക്വാഡ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ പരിശീലനം നൽകുകയും ചെയ്തതിലൂടെ ചില ഉന്നതരുടെ മർമ്മങ്ങളിൽ തൊട്ട ഒരു പ്രതിഭാശാലിയായ ഉദ്യോഗസ്ഥനായിരുന്നു പുരോഹിതെന്നും അദ്ദേഹത്തിന്റെ കരിയർ തകർക്കാൻ പാകിസ്ഥാൻ ആഗ്രഹിച്ചിരുന്നതായി മണി വ്യക്തമാക്കുന്നു. പുരോഹിതും സാധ്വി പ്രജ്ഞയും ക്രൂരമായ 3ാം മുറ പീഡനങ്ങൾക്ക് ഇരയായെന്നും ഇതാണ് സാധ്വി പ്രജ്ഞയുടെ കൈകാലുകൾ തളരുന്നതിനും കാഴ്ചശക്തി നഷ്ടപ്പെടുന്നതിനും കാരണമായതെന്നും മണി ആരോപിക്കുന്നു. ദിഗ്വിജയ് സിംഗിനെ പോലുള്ള രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾ അന്നത്തെ ആഭ്യന്തരമന്ത്രി ശിവരാജ് പാട്ടീലിന്റെ ഔദ്യോഗിക മുറിയിലെ സോഫയിലിരുന്ന് മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങളെ അക്ഷരാർത്ഥത്തിൽ നിയന്ത്രിക്കുകയായിരുന്നുവെന്നാണ് മണിയുടെ ഗുരുതരമായ ആരോപണം. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഹിന്ദു ഭീകരത എന്ന പദം 2010 ജൂലൈയിൽ ഒരു ജോയിന്റ് സെക്രട്ടറി ഇന്റലിജൻസ് ബ്യൂറോയുടെ യാതൊരുവിധ ഇൻപുട്ടുകളും ഇല്ലാതെ ഒരു ഫയലിൽ വളരെ യാദൃശികമായി രേഖപ്പെടുത്തുന്നതുവരെ ആഭ്യന്തര സുരക്ഷാ വിഭാഗത്തിന്റെ ഔദ്യോഗിക രേഖകളിൽ ഒരിടത്തും ഉണ്ടായിരുന്നില്ലെന്നാണ് RVS മണി വ്യക്തമാക്കുന്നത്. ഈ ആശയം കൃത്രിമമായി ചമച്ചുണ്ടാക്കാനുള്ള രാഷ്ട്രീയ ശ്രമങ്ങൾ 2006 ജൂൺ മുതൽ തന്നെ ആരംഭിച്ചിരുന്നതായി അദ്ദേഹം ആരോപിക്കുന്നു. അന്ന് ഹിന്ദു ഭീകരതയുമായി ബന്ധപ്പെട്ട കേസുകൾ ഫയലുകളിൽ നിന്ന് കണ്ടെത്താൻ രാഷ്ട്രീയക്കാർ തന്റെ മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തിയെങ്കിലും അങ്ങനെയൊന്നും നിലവിലില്ലെന്ന് താൻ അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരുന്നുവെന്നാണ് മണി പറയുന്നത്. അക്കാലത്ത് ഇസ്ലാമാബാദിൽ ആഭ്യന്തര സെക്രട്ടറി തലചർച്ചകൾ നടക്കുന്നതിനിടെ RSS ആസ്ഥാനത്തുണ്ടായ ഭീകരാക്രമണത്തിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെ പ്രതിരോധിക്കാനും ഭീകരതയ്ക്ക് മതരഹിത മുഖം നൽകാനും വേണ്ടിയാണ് ഭരണകക്ഷിയായ കോൺഗ്രസ് ഈ ആഖ്യാനം ശക്തമായി പ്രചരിപ്പിച്ചതെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. പൂർണ്ണമായും ഒഴിവാക്കാമായിരുന്ന സംജോത എക്സ്പ്രസ് സ്ഫോടനത്തിലും ഇതേ ചമച്ചുണ്ടാക്കിയ ചട്ടക്കൂടാണ് അവർ പ്രയോഗിച്ചതെന്നും ഈ സ്ഫോടനം നടത്തുന്നതിനായി കറാച്ചിയിലെ സംഘടിത കുറ്റകൃത്യ സിൻഡിക്കേറ്റ് നേതാവ് ആരിഫ് കാസ്മാനിയുമായി ISI കരാറിൽ ഏർപ്പെട്ടിരുന്നുവെന്നും മണി പറയുന്നു. ഇതൊരു ഹിന്ദു ഭീകര ആക്രമണമാണെന്ന് ഇന്ത്യൻ സർക്കാർ അവകാശപ്പെട്ടപ്പോൾ കാസ്മാനിക്കുള്ള പണം തടഞ്ഞുവെക്കാൻ ISI ഈ ആഖ്യാനം ഒരു ഒഴികഴിവായി ഉപയോഗിച്ചുവെന്നും മണി വ്യക്തമാക്കുന്നു. ഈ ഗൂഢാലോചനയുടെ ഏറ്റവും ഭീകരമായ മുഖം വെളിപ്പെടുന്നത് മുംബൈ ഭീകരാക്രമണത്തിലാണെന്നും ISIയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളിലെ ചില ഘടകങ്ങളും തമ്മിലുള്ള അതീവ ആസൂത്രിതമായ ഒരു ഒത്തുകളിയായാണ് ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയുകയെന്നും മണി ആരോപിക്കുന്നു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും നാവികസേനയും സംശയാസ്പദമായ പാകിസ്ഥാൻ കപ്പൽ കണ്ടെത്തിയിരുന്നുവെങ്കിലും വിശദീകരിക്കാനാവാത്ത കാരണങ്ങളാൽ നിരീക്ഷണം ഉപേക്ഷിക്കാൻ അവർക്ക് മുകളിൽ നിന്ന് നിർദ്ദേശം ലഭിക്കുകയായിരുന്നുവെന്നാണ് മണിയുടെ കണ്ടെത്തൽ. ആക്രമണം ആരംഭിച്ചപ്പോൾ അന്നത്തെ ആഭ്യന്തരമന്ത്രി ശിവരാജ് പാട്ടീൽ വിമാനത്താവളത്തിൽ കാത്തുനിന്നതിലൂടെ
NST കമാൻഡോകളുടെ വിന്യാസം ഏതാണ്ട് 10 മണിക്കൂറോളം വൈകിപ്പിച്ചുവെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ഭീകരർ ആളുകളെ ബന്ദികളാക്കിയ സമയത്ത് ഹോം അഡീഷണൽ ചീഫ് സെക്രട്ടറി താജ് ഹോട്ടലിനുള്ളിൽ ഉണ്ടായിരുന്നുവെങ്കിലും പുലർച്ചെ 3 മണിക്ക് യാതൊരു പരിക്കും കൂടാതെ രക്ഷപ്പെടാൻ അവർക്ക് കഴിഞ്ഞുവെന്നത് ഈ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതിനായി മണി ചൂണ്ടിക്കാണിക്കുന്നു. കുറ്റം പ്രാദേശിക ഹിന്ദു തീവ്രവാദികളുടെ മേൽ ചുമത്തപ്പെടുന്നുവെന്ന് ഉറപ്പാക്കാൻ ഭീകരർ അജ്മൽ കസബിന്റെ കൈത്തണ്ടയിൽ കലവ കെട്ടിയിരുന്നുവെന്നും അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ തുക്കാറാം ഓംബ്ലെ സ്വന്തം ജീവൻ ബലി നൽകി കസബിനെ ജീവനോടെ പിടികൂടിയതോടെയാണ് ഈ തിരക്കഥ പൊളിഞ്ഞതെന്നും മണി ആരോപിക്കുന്നു. ഇതിനുശേഷം 2008 ഡിസംബർ 30 ഡൽഹിയിൽ വെച്ച് ബൈക്കുകളിലെത്തിയ 4 അംഗ സംഘം തന്നെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായും കസബിന്റെ പാകിസ്ഥാൻ സ്വത്വം മറച്ചുവെക്കാൻ തന്നെ കസബിന് പകരം കൈമാറാനുള്ള ISI ബന്ധമുള്ള ഗൂഢാലോചനയായിരുന്നു അതെന്ന് ഒരു ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥൻ പിന്നീട് സ്ഥിരീകരിച്ചതായി മണി വെളിപ്പെടുത്തുന്നു. ഔദ്യോഗിക രേഖകൾ തിരുത്തിയെഴുതുന്ന ഈ രീതി ഇസ്രത് ജഹാൻ വ്യാജ ഏറ്റുമുട്ടൽ കേസിലും വളരെ വ്യക്തമായി പ്രകടമായിരുന്നുവെന്നാണ് RVS മണി ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം. നരേന്ദ്രമോദിയെ അമിത്ഷായെ വധിക്കാനയച്ച ലഷ്കർ-ഇ-തോയ്ബ പ്രവർത്തകയായിരുന്നു ഇസ്രത് ജഹാൻ എന്ന് സ്ഥിരീകരിക്കുന്ന ആദ്യത്തെ സർക്കാർ സത്യവാങ്മൂലം അന്നത്തെ ആഭ്യന്തരമന്ത്രി P. ചിദംബരം ഫയൽ പിടിച്ചെടുത്ത് ഭീകരബന്ധം നീക്കം ചെയ്തുകൊണ്ട് ഏകപക്ഷീയമായി തിരുത്തിയെഴുതുകയായിരുന്നുവെന്ന് മണി ആരോപിക്കുന്നു. തുടർന്നുണ്ടായ അന്വേഷണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥനായ സതീഷ് വർമ്മ തന്നെ ക്രൂരമായി ചോദ്യം ചെയ്യുകയും മോദിക്കും ഷായ്ക്കുമെതിരെ വ്യാജമൊഴി നൽകാൻ നിർബന്ധിച്ചുകൊണ്ട് തന്റെ തുടയിൽ സിഗരറ്റ് വെച്ച് പൊള്ളിച്ചതായി മണി വെളിപ്പെടുത്തുന്നു. ഇന്ത്യക്കുള്ളിലെ ഈ വിപുലമായ ഭീകര പ്രവർത്തനങ്ങളെ നിലനിർത്തിയ സാമ്പത്തിക സ്രോതസ്സുകൾ മയക്കുമരുന്ന് കച്ചവടം, അസംഘടിത ഹലാൽ ചർമ്മ, സമ്പത്തിയ അവസ്ഥ, വൻതോതിലുള്ള കള്ളപ്പണ ശൃംഖലകൾ എന്നിവയാണ് ഒരുപോലെ ആശ്രയിച്ചിരുന്നതെന്നും മണി ആരോപിക്കുന്നു. തന്റെ വൻ കള്ളപ്പണ ശേഖരത്തെ പെട്ടെന്ന് വിലയില്ലാത്ത വെറും കടലാസാക്കി മാറ്റിയ ഇന്ത്യയുടെ 2016 നോട്ട് നിരോധനത്തിന് കൃത്യം 4 ആഴ്ചയ്ക്ക് ശേഷം പാകിസ്ഥാനിലെ കള്ളനോട്ട് അച്ചടി കേന്ദ്രത്തിന്റെ തലവനായ ജാവേദ് ഖനാനി അതീവ ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തപ്പെട്ടത് ഇതിന്റെ തെളിവായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ജമ്മു കാശ്മീരിൽ ശക്തമായ ഒരു കരാറുകൾ ലോബി പ്രമുഖ രാഷ്ട്രീയ കുടുംബങ്ങളുമായും ഹുറിയത്ത് വിഘടനവാദി നേതാക്കളുമായും ഒത്തുകളിച്ച് കോടിക്കണക്കിന് രൂപയുടെ കേന്ദ്ര സമാധാന പാക്കേജുകൾ തട്ടിയെടുത്തിരുന്നതായി, ബാരാമുള്ളയിൽ നിലവിലില്ലാത്ത ഒരു ഹൈവേ പോലുള്ള തികച്ചും വ്യാജമായ റോഡുകൾ നിർമ്മിച്ച് കാണിച്ചിരുന്നതായി മണി തന്റെ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. മണി ഈ കണ്ടെത്തലുകൾ 2010 ഒരു വിശദമായ റിപ്പോർട്ടായി സമാഹരിച്ചുവെങ്കിലും പുതിയ സർക്കാർ വന്ന് 2017 വ്യാപകമായ റെയ്ഡുകൾ നടത്താൻ അത് ഉപയോഗിക്കുന്നതുവരെ ആ റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തിൽ പൊടിപിടിച്ചു കിടക്കുകയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. താൻ ഏക സർക്കാർ സാക്ഷിയായിരുന്ന ബിയാൻ സിംഗ് വധക്കേസുമായി ബന്ധപ്പെട്ട അതീവ രഹസ്യമായ T ബ്രാഞ്ച് ഫയലുകൾ പരിശോധിച്ചപ്പോൾ ഈ സംഭവം ഒരു സാധാരണ ബാഹ്യ ഭീകരവാദ ഗൂഢാലോചനയേക്കാൾ ആഭ്യന്തര രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായിരുന്നുവെന്ന് വ്യക്തമായതായി മണി കുറിക്കുന്നു. വ്യവസ്ഥാപിതമായ ഈ സ്ഥാപനപരമായ അട്ടിമറിയുടെ കാലഘട്ടത്തിൽ നിന്ന് ഇന്ത്യ ഇന്ന് അതിന്റെ സുരക്ഷാപാത വിജയകരമായി മാറ്റിമറിച്ചുവെന്നും ഹുറിയത്തിനെ തകർക്കുകയും നക്സലിസം അടിച്ചമർത്തുകയും ചെയ്തുകൊണ്ട് ഒരു യഥാർത്ഥ സുരക്ഷിത രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നും വ്യക്തമാക്കിയാണ് RVS മണി തന്റെ വെളിപ്പെടുത്തലുകൾ അവസാനിപ്പിക്കുന്നത്.